Dear children, IFSൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡെപ്പോസിറ്ററീസ് എന്തൊക്കെയാണ്, ഓപ്പറേഷൻസ് ഏത് രീതിയിലാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡെപ്പോസിറ്ററീസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെപ്പോസിറ്ററീസിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, റീമെറ്റീരിയലൈസേഷൻ എന്താണ്, റീമെറ്റീരിയലൈസേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഡെപ്പോസിറ്ററി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഹോൾഡ്സ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, അതുപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡെപ്പോസിറ്ററി. ഈ ഡെപ്പോസിറ്ററി പ്രധാനമായിട്ടും എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ the first activity conducted by depository is accept deposit of securities for the safe custody. So that is the primary motive of depository, which means accept deposit of securities. Securities ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഡെപ്പോസിറ്ററി. അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്ററിയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഫോർ ദ സേഫ് കസ്റ്റഡി. ദ സെക്കൻഡ് ആക്ടിവിറ്റി ഈസ് ക്രിയേറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ബുക്ക് എൻട്രി ഫോർ ഓൾ ട്രാൻസാക്ഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെപ്പോസിറ്ററീസിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ബുക്ക് എൻട്രി ആണ് ഇതിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ബുക്ക് എൻട്രിയും ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് സെക്കൻഡ് ആക്ടിവിറ്റി. The third activity is which provide facilities for withdrawal of securities. ഡെപ്പോസിറ്ററിയിൽ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. ഈ ഹോൾഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് പ്രോപ്പർ ടൈമിൽ, അതായത് ആവശ്യമായ സമയത്ത് പിൻവലിക്കാനുള്ള ഫെസിലിറ്റീസ് കൂടെ ഡെപ്പോസിറ്ററീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് മോണിറ്ററിങ് ഓൾ അക്കൗണ്ട്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാ അക്കൗണ്ട്സും, ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യുക എന്നുള്ളതും ഡെപ്പോസിറ്ററിയുടെ വൺ ഓഫ് ദ ആക്ടിവിറ്റീസ് ആണ്. The fifth activity is it undertakes to distribute dividends, bonus shares, etc. അപ്പോൾ ഈ ഷെയർസ് ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഏർണിങ്സ് എല്ലാം തന്നെ പ്രോപ്പർ ടൈമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതും ഡെപ്പോസിറ്ററി ചെയ്യുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ്. സോ നമ്മൾ ഡെപ്പോസിറ്ററീസിൻ്റെ 5 ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് സെക്യൂരിറ്റീസ് സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നു, അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ബുക്ക് എൻട്രി ട്രാൻസാക്ഷൻസ് നടത്തുന്നു, പിന്നെ എല്ലാവിധ വിഡ്രോവൽ ഫെസിലിറ്റീസും, സെക്യൂരിറ്റീസ് വിഡ്രോ ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അക്കൗണ്ട്സ്, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട്സിനെ മോണിറ്റർ ചെയ്യുന്നു, അതേപോലെ പ്രോപ്പർ ടൈമിൽ ഡിവിഡൻസും അതേപോലെ മറ്റുള്ള ഏർണിങ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെപ്പോസിറ്ററീസിൻ്റെ ആക്ടിവിറ്റീസായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡെപ്പോസിറ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റീമെറ്റീരിയലൈസേഷൻ. നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും റീമെറ്റീരിയലൈസേഷൻ. വാട്ട് ഈസ് റീമെറ്റീരിയലൈസേഷൻ? ദ ഇൻവെസ്റ്റർ ക്യാൻ വിഡ്രോ ഷെയർസ് വിച്ച് ആർ ഡെപ്പോസിറ്റഡ് വിത്ത് ദ ഡെപ്പോസിറ്ററീസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റീമെറ്റീരിയലൈസേഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡെപ്പോസിറ്ററീസിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന്, അല്ലേ? ഈ ഡെപ്പോസിറ്ററീസിൻ്റെ ആക്ടിവിറ്റിയിൽ നമ്മൾ വൺ ഓഫ് ദ ആക്ടിവിറ്റീസ് ആണ് വിഡ്രോവൽ, അതായത് കണ്ടക്റ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ വിഡ്രോവൽ ഓഫ് സെക്യൂരിറ്റീസ് വിഡ്രോ ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത് ഡെപ്പോസിറ്ററീസ് ആണ്. അപ്പോൾ ഈ ഡെപ്പോസിറ്ററീസ് ഈ വിഡ്രോവൽ ഫെസിലിറ്റീസ് കൊടുക്കുക, അതായത് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്ത് വെച്ച സെക്യൂരിറ്റീസ് ഏത് സമയത്തും ഡെപ്പോസിറ്ററീസിൻ്റെ കയ്യിൽ നിന്നും അത് വിഡ്രോ ചെയ്യാം. ആ വിഡ്രോവൽ പ്രോസസ്സിനെയാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം.
ഡെപ്പോസിറ്ററീസ് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. ഡെപ്പോസിറ്ററീസിൻ്റെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് അവരുടെ സെക്യൂരിറ്റീസ് വിഡ്രോ ചെയ്യുന്നതിനെയാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ വിഡ്രോവൽ പ്രോസസ് ഫ്രം ഡെപ്പോസിറ്ററീസ്. ഡെപ്പോസിറ്ററീസിൻ്റെ അടുത്ത് നിന്നും സെക്യൂരിറ്റീസ് ഷെയർസ് വിഡ്രോ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. ഈ പ്രോസസ്സിനെയാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. What are the process of rematerialization? The first step is investor make a request for rematerialization. ഇൻവെസ്റ്റേഴ്സ് ഡെപ്പോസിറ്ററീസിന് ഒരു റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യാണ്, റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റീമെറ്റീരിയലൈസേഷന് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ ഡെപ്പോസിറ്ററീസിന് ഒരു റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് depository participant intimates depository of the request through the system. അപ്പോൾ ഡെപ്പോസിറ്ററിന് പാർട്ടിസിപ്പൻറ്റ് ഉണ്ടാവും. അതായത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്ററി ഓപ്പറേഷൻസ് നടത്തുന്ന കമ്പനി. ആ കമ്പനി ഈ ഒരു റിക്വസ്റ്റ്, അതായത് ഇൻവെസ്റ്ററിന് അവരുടെ സെക്യൂരിറ്റീസ് വിഡ്രോ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു റിക്വസ്റ്റ് ഇൻറ്റിമേറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡ് പ്രോസസ്സാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ ദ തേർഡ് സ്റ്റെപ്പ് ഇസ് ഡെപ്പോസിറ്ററി കൺഫേം റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ടു ദ രജിസ്ട്രാർ. രജിസ്ട്രാറാണ് ലാസ്റ്റ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഡെപ്പോസിറ്ററി എന്ത് ചെയ്യുന്നു, ഈ റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് കൺഫേം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദെൻ നാലാമത്തെ സ്റ്റെപ്പിൽ രജിസ്റ്റർ അപ്ഡേറ്റ്സ് അക്കൗണ്ട്സ് ആൻഡ് പ്രിൻസ് സർട്ടിഫിക്കറ്റ്. വിഡ്രോവലിൻ്റെ അക്കൗണ്ട്സ് എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഡെപ്പോസിറ്ററി അപ്ഡേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഡൗൺലോഡ്സ് ഡീറ്റെയിൽ ടു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഈ പാർട്ടിസിപ്പൻറ്റ് കമ്പനി അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം രജിസ്റ്റർ ഡിസ്പാച്ചസ് സർട്ടിഫിക്കറ്റ് ടു ഇൻവെസ്റ്റർ. അതായത് ഡെപ്പോസിറ്ററിയിൽ നിന്ന് റീമെറ്റീരിയലൈസേഷൻ നടത്തിയതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇൻവെസ്റ്ററിന് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് പ്രോസസ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ. So today's class we discussed about activities of depositories, then what is rematerialization and what are the process of rematerialization. Okay, thank you.